ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ പണ്ടത്തെ പോലെ വ്ളോഗിൻ്റെ മിക്സ്ഡ് ആയിട്ടുള്ള ക്ലിപ്സൊന്നും സ്റ്റാർട്ടിങ് കൊടുക്കാറില്ല. നേരെ നമ്മൾ വ്ളോഗിലേക്ക് കടക്കാറാണിപ്പം. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ട്. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. കൂടാണ്ട് വൈകിട്ട് നമ്മൾ ദുബായ് ഫിഷ് മാർക്കറ്റിലേക്ക് ഉമ്മാനെ കൂട്ടിയിട്ട് പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ നോക്കാം കേട്ടോ എല്ലാവരും. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് ഒരു ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് കേട്ടോ. എനിക്ക് സാധാരണ ഉപ്പുമാവ് ഒട്ടും തന്നെ ഇഷ്ടമല്ല കഴിക്കാൻ. പേഴ്സണലി ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഉപ്പുമാവ് കേട്ടോ. പക്ഷേ ഇവിടെ ഉമ്മാക്കും ഇഷ്ടമാണ്, ഇക്കാക്കും ഇഷ്ടമാണ് ഉപ്പുമാവ്. അപ്പോൾ ഞാനൊന്ന് വെറൈറ്റി ആയിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഉപ്പുമാവ് കേട്ടോ. ഇത് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഉപ്പുമാവ്. ഞാൻ മുമ്പ് ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ഏത് വ്ളോഗിലാണെന്ന് ഓർമ്മയില്ല, പക്ഷെ കുറച്ച് ചേഞ്ചസൊക്കെ ഇന്ന് വരുത്തിയിട്ടുണ്ട്. പിന്നെ പലരും പറയുന്ന പോലെ നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളൊരു സംഭവം എന്ന് പറയുന്നത് ഭയങ്കര മടി പിടിച്ചൊരു സംഭവമാണ് രാവിലെ എണീറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതും ഇഷ്ടമില്ലാത്ത സാധനം കഴിക്കുക എന്ന് പറയുമ്പോൾ അതിനേക്കാളും ഭയങ്കര മടിയാണ്. അപ്പോൾ ഇഷ്ടപ്പെടുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോൾ അത് വേറെ ആരെങ്കിലും ഉണ്ടാക്കി തരികയാണെങ്കിൽ പിന്നെ പറയും വേണ്ട, വേഗം വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആവും. അപ്പോൾ നമുക്ക് ആദ്യം ഉപ്മാവിൻ്റെ വിശേഷങ്ങളിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ഉപ്മാവിലോട്ട് ആദ്യം പാന് ചൂടാക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല തണുപ്പായതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ കട്ടിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ 2 കുഞ്ഞ് സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. 2 കുഞ്ഞ് സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയതും 2 പച്ചമുളകും ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. നന്നായിട്ട് വഴണ്ട് വന്നോട്ടെ. ഇനി ഇതിലോട്ട് നമുക്ക് വേറൊരു സംഭവം കൂടി പേസ്റ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാനുണ്ട്. സാധാരണ ഉപ്പുമാവിലോട്ട് ഇതൊന്നും ചേർക്കാറില്ല. ഇത് നമ്മൾ നിർബന്ധമായിട്ട് ചേർക്കണം കേട്ടോ. അത് ഒരു വലിയ തക്കാളി മീഡിയം സൈസ്ഡ് കഷ്ണങ്ങളാക്കിയതും പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് മുളക് പൊടിയും, മല്ലിപ്പൊടി ചേർക്കരുത് കേട്ടോ. എല്ലാം കൂടി പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക. ഉപ്പൊന്നും ചേർക്കണ്ട. ആ ഒരു പേസ്റ്റ് ഈ സവോള നന്നായിട്ട് വഴണ്ട് വന്ന ശേഷം ചേർത്ത് കൊടുക്കുക. സവോള വഴണ്ടിയിട്ട് വേണം ചേർക്കാൻ കേട്ടോ. ഇനി ആ പേസ്റ്റ് ഒന്ന് ജസ്റ്റ് കുക്കാവട്ടെ കേട്ടോ, നന്നായിട്ട് കുക്കാവട്ടെ. ഇനി നമുക്ക് വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പം ഞാൻ ബീൻസ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ബീൻസ് കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. ബീൻസ് ഇങ്ങനെ കടിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ നിങ്ങളടുത്ത് എന്തൊക്കെയോ വെജിറ്റബിൾസ് ഉള്ളതൊക്കെ ചേർത്ത് കൊടുക്കുക. ഇതുപോലെ കോളിഫ്ലവർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, ബ്രോക്കോളി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഒക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം. ഈ തക്കാളി പേസ്റ്റ് നന്നായിട്ട് കുക്കായ ശേഷമായിട്ട് ഇതൊക്കെ ചേർക്കുന്നത്. പിന്നെ ബീൻസും ക്യാരറ്റും കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഞാൻ 3 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. 250 ml 3 കപ്പിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ. തിളച്ച ശേഷമാണ് നമുക്ക് ബാക്കി പരിപാടി. സാധാരണ നിങ്ങൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ വെള്ളത്തിൻ്റെ അളവിൽ നിങ്ങൾ കറക്റ്റ് മെഷർമെൻറ്റിലാണോ നിങ്ങൾ റവ ചേർത്ത് കൊടുക്കുക? എനിക്കതെപ്പോഴും കൺഫ്യൂഷനാണ്. ഞാൻ എന്താ ചെയ്യുന്നറിയോ, ഇതുപോലെ വെള്ളം തിളക്കുന്ന സമയത്ത് എനിക്ക് കറക്റ്റ് റവയുടെ മെഷർമെൻറ്റ്സ് എടുക്കാൻ കിട്ടില്ല. അപ്പം ഞാൻ ഇതുപോലെ വെള്ളം തിളയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ എങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ തന്നെയാണോ നിങ്ങളെല്ലാവരും ചെയ്യുക? അപ്പം ഈ വെള്ളം തിളക്കുന്ന സമയത്തിലോട്ട് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കുക. ഉപ്പ് ടേസ്റ്റ് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. അതിന് ശേഷമാണ് റവ, വറുത്ത റവയാണ്. ഇതുപോലെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഞാൻ ഇതുപോലെ ഈ വെള്ളത്തിലോട്ട് ചേർക്കും. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ചേർക്കും. എന്നിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് എത്രയാണെന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ ഇങ്ങനെയാണ് ഉപ്പുമാവ് ഉണ്ടാക്കുക. അപ്പോൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു പരുവാവില്ലേ, ഭയങ്കര കട്ടിയിലാവരുത്. ഇതിങ്ങനെ നന്നായിട്ട് കമ്പൈൻ ആക്കുക. എനിക്കിത് പറയാനറിയില്ല, കാണുമ്പോൾ മനസ്സിലാവുമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ അതങ്ങനെ കമ്പൈൻ ആക്കിയിട്ട് ഈ ഒരു പരുവത്തിൽ ഞാൻ നിർത്തിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപ്പുമാവ് റെഡിയാവും. അപ്പോൾ വല്ലാണ്ട് തിക്കാക്കി എടുക്കരുത്. ഈ ഒരു പരുവത്തിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ റവ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഉപ്പുമാവിൽ എപ്പോഴും ഉപ്പ് അധികം ആവാണ്ട് നോക്കണം. അപ്പോൾ വെള്ളം തിളയ്ക്കുന്ന സമയത്ത് ഉപ്പ് പാകത്തിനാണോ നോക്കണം കേട്ടോ. അപ്പോൾ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് അടച്ച് വെക്കുക. ഇതൊക്കെ ചെറിയ ഫ്ലെയിമിലാട്ടോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിച്ചു പോകും. അപ്പോൾ നമ്മളെ ഉപ്പുമാവ് മസാല ഉപ്പുമാവോ അല്ലെങ്കിൽ തക്കാളി ഉപ്പുമാവോ എന്ത് വേണമെങ്കിലും പറയാം. ഇവിടെ ഇത് എന്താ പറയുക, സ്പ്രിംഗ് ഓണിയൻ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഒരു സവോള മുളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കുഴിച്ചിട്ട് നോക്കിയതാണ്. അപ്പോൾ നോക്കിയപ്പോൾ അത് നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഈ സ്പ്രിംഗ് ഓണിയൻ പുറത്തുനിന്ന് വാങ്ങിക്കൊന്നും വേണ്ടല്ലോ, നേരെ നമുക്കിതാ ഇങ്ങനെ എടുത്ത് ഉണ്ടാക്കാം. അപ്പോൾ മല്ലിയില ചോപ്പ് ചെയ്തതും സ്പ്രിംഗ് ഓണിയൻ ചോപ്പ് ചെയ്തതും കൂടി നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുക്കാം.
ഞാനിത് ഭയങ്കര ആർഭാടായിട്ടുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ചെയ്യാൻ നിന്നിട്ടില്ല. കാരണം അല്ലെങ്കിലോ ലേറ്റ് ആയിട്ടുണ്ട്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ട് എനിക്ക് വല്ലാണ്ട് ഇതിന്മേൽ നിൽക്കാൻ പറ്റിയില്ല. കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചിക്കനും ഫിഷും ഒന്നും സൈഡ് ഡിഷും ഒന്നും ഇല്ലാണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റുള്ള ഉപ്മാവ് എനിക്ക് എന്താ പറയുക, പറയാൻ വാക്കുകളില്ല. നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. സാധാ ഉപ്മാവ് ഉണ്ടാക്കുന്നതിൽ എത്രയോ ടേസ്റ്റാണ് ഇങ്ങനെ ഈ ഒരു തക്കാളീൻ്റെ ആ ഒരു പേസ്റ്റും കൂടി ചേർത്തിട്ട് ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ. എന്തായാലും ഉണ്ടാക്കി നോക്കട്ടെ എല്ലാവരും. എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഇനി കുഞ്ഞു വ്ളോഗിലേക്ക് പോവാം. എന്താണെന്ന് വെച്ചാൽ ഞാൻ പണ്ടത്തെ പോലെ ഇങ്ങനെ ഭയങ്കരമായിട്ട് വീഡിയോ എടുക്കാൻ നിൽക്കാറില്ല, വ്ളോഗ് എടുക്കാൻ നിൽക്കാറില്ല. എപ്പോഴെങ്കിലും നല്ലൊരു വ്ളോഗ് എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. എപ്പോഴും ഇങ്ങനെ എനിക്ക് എന്നെ തന്നെ വീഡിയോയിൽ ഇങ്ങനെ വല്ലാണ്ട് ഷോ കാണിക്കുന്നത് വലിയ താല്പര്യം കാണുന്നില്ല. അതുപോലെ മക്കൾക്കാണെങ്കിലും ഇക്കാക്കാണെങ്കിലും എല്ലാവർക്കും വീഡിയോയിൽ അങ്ങനെ ഭയങ്കരമായിട്ട് ഇതാക്കുന്നത് ഇപ്പം താല്പര്യമില്ല. പിന്നെ റീനു ഒക്കെ ഇപ്പോൾ +1 അവളിപ്പം പഠിത്തത്തിൽ ഭയങ്കരമായിട്ട് മുഴുകിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എല്ലാവരും ബിസിയാണ്. അപ്പോൾ ഞാൻ കുട്ടികളുടെ എഡ്യൂക്കേഷനും കുറച്ചൊക്കെ നോക്കണ്ടേ. അപ്പോൾ ഇതിൻ്റെ പുറകെ ഇങ്ങനെ കാര്യമില്ലാണ്ട് വ്ളോഗ് എടുക്കുന്നതിൽ എനിക്കും താല്പര്യമില്ല, ഇവിടെ ആർക്കും താല്പര്യമില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഇത് ഞാൻ വ്ളോഗിനായിട്ട് പോയതല്ല കേട്ടോ. ഞാൻ റിംഗ് ലൈറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു ഷാർജ റോള മാളിൽ. അപ്പോൾ ജസ്റ്റ് അവർക്ക് എന്നെ മനസ്സിലായി. അപ്പോൾ അവർ പറഞ്ഞു ജസ്റ്റ് നമ്മളെയും കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്യുമെന്ന് പറഞ്ഞ് അങ്ങനെ എടുത്തതാണ് കേട്ടോ ഈ ഒരു വീഡിയോ. റിംഗ് ലൈറ്റാണ്, നല്ല റിംഗ് ലൈറ്റ് കേട്ടോ, നല്ല പാക്കിങ്ങിലൊക്കെ വരുന്നത്, നല്ല അടിപൊളി സാധനമാണ്. എല്ലാം ഇതിപ്പോൾ പറഞ്ഞതുകൊണ്ട് എടുത്തതൊന്നുമല്ല, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ജസ്റ്റ് ഞാൻ ഇതൊന്ന് കാണിക്കാം, വിസിറ്റിംഗ് കാർഡ് ഒന്ന് കാണിക്കാം. ഇങ്ങനെ റിംഗ് ലൈറ്റ് ഇങ്ങനത്തെ ആവശ്യങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് ഇവിടെ വിസിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഫിഷ് മാർക്കറ്റിലെ വിശേഷങ്ങളിലേക്ക് പോവാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും പറയാണ്, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വ്ളോഗ് നമ്മളിപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴൊക്കെ ഓരോ തിരക്ക് പിടിച്ചിട്ടായിരിക്കും ഇറങ്ങുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ നിൽക്കാനുള്ളൊരു സമയം ഉണ്ടാവില്ല. പിന്നെ റീനു നമ്മുടെ കൂടെ ഒന്നും വരുന്നില്ല. അപ്പോൾ റീനു അങ്ങനെ പുറത്തേക്ക് വരാറേ ഇല്ല. കൂടുതലും പഠിത്തം അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കല. ഞങ്ങളങ്ങനെ പുറത്ത് പോകാറില്ല, വല്ലപ്പോഴും മാത്രമേ പോകാറുള്ളൂ. ഇതിപ്പം ഉമ്മാക്ക് ഫിഷ് മാർക്കറ്റ്, ദുബായ് ഫിഷ് മാർക്കറ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഉമ്മാക്ക് ഫിഷും ഇതൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അത് എൻ്റെ ഉമ്മാനെ കൂട്ടിയിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഇതേപോലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിത് അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യമായിട്ട് പോയിട്ടുള്ളൂ ഫിഷ് മാർക്കറ്റിലോട്ട്, ദുബായ് ഫിഷ് മാർക്കറ്റിലേക്ക്. ഞങ്ങൾ കൂടുതലും ഉമ്മൽക്കോൻ ഫിഷ് മാർക്കറ്റിൽ നിന്നാണ് മീനൊക്കെ വാങ്ങിക്കുക. ദുബായ് ഫിഷ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ വാട്ടർ ഫ്രണ്ട് ഫിഷ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു പ്രസ്ഥാനം തന്നെയാണ്. ഭയങ്കര സംഭവമാണ്. അത്യാവശ്യം ഭയങ്കര അടിപൊളി സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഫിഷ് മാർക്കറ്റ് തന്നെ കേട്ടോ. ഇവിടെ ഈ ഫിഷ് മാർക്കറ്റിനേക്കാളും എനിക്ക് ഇഷ്ടം ഇവിടുത്തെ ഡ്രൈഡ് ഫിഷ് ആട്ടോ. ഉണക്കമീനുണ്ടല്ലോ, ഭയങ്കര വെറൈറ്റി ഉണക്കമീനുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഉണക്കമീൻ്റെ കാര്യം പറയുന്നതിന് മുമ്പ് ഈ ഒരു കൂന്തൽ കണ്ടില്ലേ, ഇത് നമ്മൾ വാങ്ങിച്ചിട്ടോ. ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ്. കണ്ടപ്പോൾ നല്ല ഫ്രഷൊക്കെ തോന്നി. പക്ഷേ മുകളിൽ കണ്ടത് മുഴുവനും വലിയ കൂന്തലാട്ടോ അവർ വെച്ചത്. എന്നിട്ട് നമുക്ക് തന്നത് ഭയങ്കര ബേബി കൂന്തൽ കേട്ടോ. ഇക്കാണെങ്കിൽ അത് ശ്രദ്ധിച്ചില്ല. ഞാനിപ്പോൾ അത് ഉണ്ടാക്കിയ സമയത്ത് അത് നോക്കിയില്ല കേട്ടോ. അങ്ങനെ മാലിയാണ് കട്ട് ചെയ്തത്. മാലി പറഞ്ഞു ഇത്രയും കുഞ്ഞു കൂന്തൽ എവിടുന്നാണ് കിട്ടിയെന്നുള്ളത്. ഭയങ്കരമായിട്ട് പറ്റിക്കപ്പെട്ടു കേട്ടോ. എനിക്കത് പറയാണ്ടിരിക്കാൻ വയ്യ. അപ്പം നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കുക. എന്താ പറയുക, മുകളിൽ വെച്ചത് വലിയതായിരിക്കും, എടുക്കുമ്പോൾ അതുതന്നെ നോക്കണം നല്ലതാണോ എടുക്കുന്നതെന്നൊക്കെ നോക്കണം കേട്ടോ. പറ്റ ചെറിയ കൂന്തലാണ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു കൂന്തലാണ് തന്നത് നമുക്ക്. അത്രയും വലിയ കൂന്തലാണ് നമ്മൾ കണ്ടത് കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം ഉണക്കമീൻ്റെ ഭാഗത്തേക്ക് പോവാം. എൻ്റെ ഉമ്മ വന്ന സമയത്ത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഈ ഡ്രൈഡ് ഫിഷിനായിട്ടൊരു സ്പേസ് ഉണ്ടായിരുന്നു, വലിയൊരു സ്പേസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഡ്രൈഡ് ഫിഷിനായിട്ട് കുഞ്ഞ് സ്പേസ് മാത്രമേ ഉള്ളൂ. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആദ്യം നമുക്ക് ഫ്രഷ് മീനുകളൊക്കെ ഒന്ന് കണ്ടുനോക്കാം. കുറേ മീൻ ഇക്കങ്ങനെ ഫ്രഷ് മീൻ കാണുമ്പോൾ വേഗം വാങ്ങിക്കും കേട്ടോ. പക്ഷേ ഇക്കൻ്റെ ഒരു സ്വഭാവം അനുസരിച്ചിട്ട് ഒരു ദിവസമൊക്കെ ഈ ചെമ്മീൻ, മത്തി അതല്ലാണ്ട് വേറെ എന്ത് മീനാണെങ്കിലും വേഗം ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ ഒരു ദിവസത്തിൽ കൂടുതലൊന്നും ഇക്ക കഴിക്കില്ല. അപ്പോൾ ഞാനങ്ങനെ വാങ്ങിക്കാനും സമ്മതിക്കില്ല. ഇക്കങ്ങോട്ട് എന്തൊക്കെയോ മീൻ വാങ്ങിച്ച് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനും ഉമ്മയും ഒരു ഭാഗത്ത് നോക്കുമ്പോൾ തന്നെ ഇക്ക അവിടുന്ന് വേറെ ഇങ്ങനെ കാണുമ്പോൾ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള മീൻ ഇങ്ങനെ കാണാൻ നല്ല രസമല്ലേ. അപ്പോൾ അത് ഞാൻ കുറച്ച് വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുന്നു കേട്ടോ. ഇതാണ് ഉണക്കമീനിൻ്റെ സെക്ഷൻ കേട്ടോ. ഡ്രൈഡ് ഫിഷിനായിട്ടുള്ള പണ്ട് എൻ്റെ ഉമ്മാനും കൂട്ടി പോയ സമയത്ത് ഒരുപാട് വലിയൊരു സ്പേസിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതിപ്പം കുഞ്ഞ് സ്പേസിലോട്ടാക്കി മാറ്റിയിട്ടുണ്ട് ഡ്രൈഡ് ഫിഷ്.
അപ്പം ഇതാ ഇവിടെ ഇല്ലാത്ത ഡ്രൈഡ് ഫിഷുകൾ ഇല്ല കേട്ടോ. ഉണക്കമീൻ ഒരുപാട് വെറൈറ്റീസ് കാണുന്നുണ്ട് കേട്ടോ. പല പല വെറൈറ്റി എന്തൊക്കെയോ മീനുകൾ വെച്ചിട്ട് എന്തൊക്കെയോ മീനുകളൊക്കെ വെച്ചിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ചിലതൊന്നും ഉണക്കണ്ട് ശരിയായിട്ടില്ല കേട്ടോ. അത് പറയണമല്ലോ നമ്മൾ. ഞങ്ങളിവിടുന്ന് മുള്ളൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മുള്ളൻ അങ്ങോട്ട് നല്ലോണം ഉണങ്ങാത്തതുകൊണ്ട് തന്നെ അത് പൊരിക്കുന്ന സമയത്ത് വേറൊരു മണമായിരുന്നു. പക്ഷെ അതിന് വേണ്ടിയിട്ട് സ്രാവ് ഉണ്ടല്ലോ, ഉണക്ക സ്രാവ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഫ്ലഷുള്ള ഉണക്ക സ്രാവായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഫ്രൈ ആക്കുമ്പോൾ നമ്മൾ അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് പറയാൻ വാക്കുകളില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ ഉമ്മ വന്നപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണക്ക സ്രാവ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മാക്ക്, ഇവിടുത്തെ ഇക്കാൻ്റെ ഉമ്മാക്ക് നല്ല ഇഷ്ടമാണ് ഉണക്കമീനൊക്കെ കേട്ടോ. പ്രഷർ ഉണ്ട്, പക്ഷേ അങ്ങനെ വല്ലാണ്ട് കൊടുക്കാനും പറ്റില്ല. എന്നാലും വല്ലപ്പോഴൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഉണക്കമീൻ. അപ്പോൾ ഇവിടുത്തെ വെറൈറ്റീസ് പറയുവാണെങ്കിൽ ഇതൊക്കെയാണ് വെറൈറ്റീസ്. അപ്പോൾ നമ്മൾ കുറേ വാങ്ങിച്ചിട്ടുണ്ട്. മാലിക്കും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മാലിക്കും ഇഷ്ടമാണ് ഡ്രൈഡ് ഫിഷ്. അപ്പോൾ അവൾക്കും 2-3 വെറൈറ്റീസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കക്ക് പിന്നെ ഇങ്ങനെ മീൻ വാങ്ങിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കഴിക്കൊന്നുമില്ല മൂപ്പരും അല്ലാണ്ടൊന്നും, പക്ഷെ വാങ്ങിക്കാൻ ഭയങ്കര മിടുക്കുക. ഞാൻ അങ്ങോട്ട് 2ാമത്തെ ദിവസമൊക്കെ കഴിപ്പിക്കണം. ഇത് കണ്ടോ, ഇത് ചെമ്മീനാണ് കേട്ടോ. ചെമ്മീൻ പുഴുങ്ങിയ പോലെ ഉണ്ട്, പക്ഷെ ഇത് ഉണങ്ങിയതാണെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല അതെന്താ സംഭവം എന്നുള്ളത്, പക്ഷെ നല്ല റേറ്റ് ഉണ്ട് അതിന്. ഇത് കുഞ്ഞ് ചെമ്മീൻ, അത് ഡ്രൈഡ് ചെമ്മീനാണ് കേട്ടോ. ചിലതൊക്കെ നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്, ചിലത് അധികം ഡ്രൈ ആയിട്ടില്ല. എന്താ സംഭവം എന്നുള്ളത് ഒരു പിടുത്തമില്ല. ഇങ്ങനെ കേട് വരാണ്ടിരിക്കുക എന്നുള്ളൊരു പിടുത്തമില്ല. പക്ഷെ ഒരുപാട് വെറൈറ്റി ഫിഷുകളുണ്ട് കേട്ടോ ഡ്രൈഡ് ആക്കിയിട്ടുള്ളത്. പണ്ടൊക്കെ ഫിഷ് മാർക്കറ്റിലൊക്കെ വരുവാണെങ്കിൽ, പണ്ടെന്ന് പറയുമ്പോൾ കല്യാണത്തിന് മുമ്പൊക്കെ ഫിഷ് മാർക്കറ്റിൽ വരികയാണെങ്കിൽ എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല കേട്ടോ. എന്താ വരുന്നൊന്നും ഇങ്ങനെ കാണുന്നൊന്നും ഇഷ്ടമല്ല. പക്ഷെ ഇപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കുന്നു എന്തൊരു ചേഞ്ചാന്ന്. കാരണം നമ്മൾ കുക്കിംഗ് തുടങ്ങിയ ശേഷമാണ് ഇതൊക്കെ ഇഷ്ടമായി തുടങ്ങിയത്, ഇങ്ങനെ കാണാൻ എന്തൊക്കെ ഐറ്റംസ് എന്നുള്ള അറിയാനൊക്കെ ഉള്ളൊരിഷ്ടം. ഇത് നമ്മൾ ഐസ്ക്രീം വെക്കുന്ന ഒരു ഇതല്ല കേട്ടോ, ഫ്രീസറല്ല കേട്ടോ. ഇവിടെ ഫിഷ് ഐസ്ക്രീമാണ് വെച്ചിട്ടുള്ളത്. ഐസ്ക്രീം അല്ലത്, ഫിഷ് ഐസാക്കിയതാണ് കേട്ടോ. കണ്ടപ്പം ഒരു കൗതുകം തോന്നി, ജസ്റ്റ് ഒന്ന് എടുത്തതേ ഉള്ളൂ. ഇങ്ങനെ റൂഹി കണ്ടിട്ട് വേഗം ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ട് നോക്കിയപ്പോഴാണ് നമ്മളിത് കണ്ടത്, ശ്രദ്ധിച്ചത്. പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് വൈകുന്നേരമാണ് കേട്ടോ, രാത്രി ഏകദേശം സമയമായിട്ടുണ്ട്. അപ്പം ഇക്കാക്ക് ഇങ്ങനെ ഫിഷ് മാർക്കറ്റിലൊക്കെ വൈകുന്നേരം കൊണ്ടുവരികയാണെങ്കിൽ പിന്നെ അപ്പം തന്നെ ഏതെങ്കിലും ഒരു ഫിഷ് അപ്പം ഉണ്ടാക്കണം. കറി വയ്ക്കുക അല്ലെങ്കിൽ വറ്റിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യാൻ പറ്റാത്ത, മീൻസ് കട്ടിങ്ങിന് ഇനിയിപ്പോൾ വേറെ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യണമല്ലോ. നമുക്ക് വീട്ടിലോട്ട് ഉമ്മൽക്കുന്ന് വരികയല്ലേ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി കേട്ടോ ഇക്ക. ഞാൻ വാങ്ങിക്കല്ലേ എന്ന് വിചാരിക്കുകയായിരുന്നു, കാരണം ഇനിയിപ്പം പോയിട്ട് അപ്പം തന്നെ ഉണ്ടാക്കി കൊടുക്കും വേണം. അപ്പോൾ ഞാൻ അറിയാണ്ട് ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് അയക്കുറ വാങ്ങിച്ചിട്ടുണ്ട്. അയക്കുറ സ്ലൈസ് ചെയ്തത് വാങ്ങിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഫ്രൈ ആക്കിയിട്ട് അപ്പം തന്നെ ഉണ്ടാക്കണം. അങ്ങനെ കണ്ടോ, റോയിമോൾ വേറെ വല്ലതുമാണെന്ന് വിചാരിച്ചിട്ട് വേഗം വാങ്ങിച്ചതാട്ടോ കയ്യിൽ. പിടിച്ചോ. ഇക്കാനെ ഇവിടെ അധികം നിർത്തിയാൽ ഇവിടെയുള്ള അത്യാവശ്യം മീനൊക്കെ വാങ്ങിച്ച് കൂട്ടും. ഞാൻ ഫ്രീസറിൽ സ്പേസ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും മത്തിയും വാങ്ങിച്ച്, ചെമ്മീൻ വാങ്ങിച്ച്, അങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. റൂവിനും റോസിനൊക്കെ കണ്ടാൽ വേഗം ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പം അവരെ കണ്ടിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ഒരു വ്യൂവറെ കണ്ടു, ഒരുപാട് സംസാരിച്ചു, സന്തോഷം. പിന്നെ മക്കളുടെ കാര്യം ഭയങ്കര രസമാണ്, പ്രത്യേകിച്ച് റൂയിമോളുടെ കാര്യം കേട്ടോ. റൂയിമോൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അവൾ എവിടെ നിന്നാണോ അവൾ അതിൽ വേഗം സ്പോട്ടാക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഫിഷ് മാർക്കറ്റിലോട്ട് കയറുന്ന സമയത്ത് തന്നെ അവിടെ ടോയ്സിൻ്റെ ഷോപ്പ് അവൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. വരുന്ന സമയത്ത് തന്നെ കുറേ കരഞ്ഞിരുന്നു. അങ്ങനെ അത് കണ്ടുപിടിച്ചു, അവിടുന്ന് ടോയ് വാങ്ങിച്ചു. ഏത് ടോയാന്ന് നോക്കിയേ. മതി. ഇനിയില്ലേ അതുപോലെ എടുത്തോ.
അതൊന്നും വേണ്ട. റൂയിക്ക് ഇപ്പം എന്താണെന്നറിയില്ല, ആ ഒരു റിങ്ങുള്ള ടോയ് ഉണ്ടല്ലോ, കിൻഡർ ജോയിൻ്റെ പോലെ. അപ്പം അത് എവിടെ കണ്ടാലും ടോയ് ഷോപ്പിൽ പോയി അത് കണ്ടാലും അത് തന്നെ മതി. വേറെ ഒരു ടോയും അവൾക്ക് ഇഷ്ടമാവുന്നില്ല. അത് കാണുകയാണെങ്കിൽ അത് തന്നെ മതി. ടോയ് വലിയ ഇതിൽ പറയും ഞാൻ വേറെ ടോയ് വാങ്ങിക്കാൻ പോകുന്നു, എന്നിട്ട് അവിടെ എത്തുമ്പോൾ ഇതന്നെ വാങ്ങിക്കും. എത്രാമത്തെ തവണ എന്നറിയോ ഇത് വാങ്ങിക്കുന്നത്? പോവാ റോസ്, കം കം റോസു, അടങ്ങി നിൽക്ക്. റോസിന് ടോയ്സ് വേണ്ട. റൂയി, റോസിന് ടോയ്സ് വേണ്ട. റോസിന് ടോയ്സ് വേണ്ട പറഞ്ഞു. ആർക്ക്? റോസിന് ടോയ്സ് വേണ്ട പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.